കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിൻ്റെ പതാകയും കോൺഗ്രസിൻ്റെ പതാകയും ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഇത് ഒരുതരം ഭീരുത്വമല്ലേ? മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? 2004 മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലാണ്. അന്ന് CPM എടുത്ത പ്രസിഡന്റ് എന്താണ്? അന്ന് അതിനെതിരെ എന്തോരം പ്രസംഗിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്ത് രാഷ്ട്രീയമാണ്? ഇനി പച്ച കേരളത്തിലെങ്ങാണ്ടോ ഏതോ ഒരു സ്കൂളിൽ പച്ച ബോർഡ് വെച്ചതിന് പേരിൽ ആ സ്കൂളുകാർ പച്ച ബോർഡ് വെച്ചപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ അബ്ദുറബായിരുന്നു ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെതിരെ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ആരാ ഓർമ്മയുണ്ട് നിഷാദിന്? പിണറായി വിജയൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഏത് നോക്കണം, പച്ച ബോർഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. ഇൻ്റർനാഷണൽ ബ്ലാക്ക് ബോർഡ് അല്ല. നമ്മൾ ലോകത്ത് എവിടെ പോയാലും പച്ച ബോർഡാണ് ക്ലാസ് മുറിയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരുപാട് നമ്മുടെ നാട്ടിലെ എലീറ്റ് സ്കൂളുകളൊക്കെ പച്ച ബോർഡാണ് ഉപയോഗിക്കുന്നത്. ഇതും അബ്ദുൾ റബ്ബ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഏതോ ഒരു സ്കൂളിൽ പച്ച ബോർഡ് വെച്ചു.